ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്ടും ഇരിക്കാം. കുറച്ച് എക്സസൈസ് പ്രോബ്ലംസാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് IUPAC നെയിം എഴുതാനായിട്ട് നമുക്കൊന്ന് നോക്കാം. IUPAC നെയിം എഴുതാനായിട്ട് ഇത് CH3 CH ഡബിൾ ബോണ്ട് CH3 ട്വൈസ്, അതായത് CH3 രണ്ട് തവണയുണ്ട്, ഒരു Cl രണ്ട് തവണയുണ്ട്, അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു Cl രണ്ട് തവണ CH3 ഉണ്ട്. ഇനി എന്നെ എടുക്കുക, IUPAC എഴുതണമെങ്കിൽ നമ്പർ ഇടണം. നമ്പർ ഇടുമ്പം സബ്സ്റ്റിറ്റ്യൂവൻസ്, അതായത് ഈ കൂടെ കിടക്കുന്ന ആൾക്ക് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പം 1 2 3 4. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാർബണാറ്റത്തെ ഒരു ഡബിൾ ബോണ്ടുണ്ട്. അപ്പം 2 മീഥൈൽ ബ്യൂട്ട് 2 ഇൻ, അതായത് 4 കാർബണാറ്റം ആകുമ്പം ബ്യൂട്ടൈൻ 2 വരുന്നുണ്ട്, ബ്യൂട്ട് 2 ഇൻ. അതുപോലെ സെയിം മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. പെൻഡേന്ന് നമുക്ക് വേണം, പെൻഡ് ആണ്. ഇനി എവിടൊക്കെയാണ് നമ്പർ ഇടുന്നത്? നമ്പർ ഇടുമ്പോൾ ഇവിടെ നിന്ന് കിട്ടോ, കുറഞ്ഞക്കം വരുന്ന രീതിയിൽ അങ്ങ് കിട്ടോ. 1 2 3 4 5. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ തേർഡ് പൊസിഷനിൽ ഒരു ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. പെൻഡ് 1 ഇൻ 3 ഇൻ. ഇനി ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഓരോ ജോയിൻറ്റും ഓരോ കാർബണാറ്റോ, ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4, 1 2 3 4 ബ്യൂട്ടിൻ്റെ കൂടെ 1 3 ഡൈൻ, ഒന്നിലും മൂന്നിലും ഡബിൾ ബോണ്ട് ഉണ്ട്, ഡൈൻ. നെക്സ്റ്റ് ഇതിനെ നമ്മൾ ഫിനൈൽ എന്ന് വിളിക്കും, ആ ഒരു സബ്സ്റ്റിറ്റ്യൂവിനെ. ഇവിടെ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടിൻ്റെ ഫോർത്ത് പൊസിഷനിലാണ് ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതിനെടുക്കണം 4 ഫിനൈൽ ബ്യൂട്ട് 1 ഇൻ, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ബ്യൂട്ട് 1 ഇൻ 4 ഫിനൈൽ എന്ന് പറയുമ്പം അതിലെ ഒരു ലോജിക്ക് ഇല്ലായ്മ കൊണ്ടാണ് 4 ഫിനൈൽ ബ്യൂട്ട് 1 ഇൻ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നതിന് 1 2 3 4 5 6 അല്ല 1 2 3 4 5 6 ഹെക്സീൻ. നെക്സ്റ്റ് 1 2 3 4 5 1 2 3 4 5. ഇങ്ങോട്ട് എഴുതിയാലും 3, ഇങ്ങോട്ട് എഴുതിയാലും 3, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്പർ ഇനി വേണ്ടല്ലോ. 3 ബ്രോമോ പെൻഡിൻ. നെക്സ്റ്റ് 1 2 3 4 5, ഇതും പെൻഡെയിനാണ്. ഈ നമ്പർ ഇടുമ്പം ഇതിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ടിന് ചെറിയ നമ്പർ 1 2 2 3, 2 ഇതിൽ 3 മീതിൽ പെൻഡെയിനായി. നെക്സ്റ്റ് വെട്ടിക്കളിക്കാം. ഓസോണോളിസ് എന്നാണെന്നറിയാം. O3 ആഡ് ചെയ്യുക. O3 ആഡ് ചെയ്യുമ്പം ഇത്ര കേസിൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ അവിടെയാണ് ഓരോ വെട്ടുമ്പോൾ നമുക്ക് എന്നാ കിട്ടി? മെത്ത് പ്രൊപ്പനാലും എത്തനാലും കിട്ടി. നെക്സ്റ്റ് ഇവിടുത്തെ കേസിലാണെങ്കിൽ ആൽക്കൈൻ എ ഓൺ ഓസോണോളിസ്, എ എന്ന് പറയുന്ന ആൽക്കൈനെ നമ്മൾ ഓസോണോളിസ് നടത്തി കഴിയുമ്പം ഇതും കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്നൊക്കെയാണ്? എ എന്നാണ് ചോദ്യം. അപ്പം എന്നാ എടുക്കണം? കിട്ടുന്ന പ്രോഡക്റ്റിനെ രണ്ടിനെയും കൂടെ അതിൻ്റെ ഓയുടെ പോർഷൻ വെച്ച് ചേർത്തോണം. എത്തനാലും പെൻഡെയിനും. പെൻഡെയിൻ 3 ഓൺ, ഇത് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡെയിൻ. അതിൻ്റെ തേർഡ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ടിൽ ഒരു ഓയുണ്ട്. അപ്പോൾ ഇവിടെ എത്തനാൽ, അതിനും ഒരു ഡബിൾ, ഈ 2 ഓയും കട്ട് ചെയ്യണം. പിന്നെ ഡബിൾ ബോണ്ട് ഇതിലൂടെ സിംഗിൾ ബോണ്ട് ആക്കി എഴുതിയാൽ മതി. അപ്പം നമുക്കിങ്ങനെ കിട്ടും. പിന്നെ ഹെക്സ് 2ഇൻ്റെ സിസ് ട്രാൻസ് ഐസോമറസ് എഴുതാൻ പറഞ്ഞാൽ അത് ഹെക്സ് 2E എന്ന് പറയുമ്പോൾ എന്നാ എടുക്കണം? 1 2 3 4 5 6 ഹെക്സായി. ഇനി 2E എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഇട്ടാൽ മതി. ബാക്കി ബാലൻസി കറക്റ്റ് ആക്കിക്കൊണ്ട് അങ്ങ് എഴുതുക. ഇനി സെയിം പൊസിഷനിൽ വെച്ചിട്ടാൽ സിസ്, ഡിഫറൻ്റ് ആണെങ്കിൽ ട്രാൻസ്. ഇനിയുള്ളത് ഈ കുറച്ച് ബെൻസീനെ
പാരാ ബ്രോമോ ബെൻസീൻ ആക്കാനായിട്ട് ബ്രോമോ ബെൻസീന്ന് അങ്ങോട്ടാക്കാം. ഇനി നൈട്രോ ബെൻസീൻ ആക്കാനായിട്ട് HNO3 ആഡ് ചെയ്താൽ മതി. അത് ടെക്സ്റ്റിൽ പടിയുണ്ട്. അസറ്റോഫീനോളിനാക്കണമെങ്കിൽ ഫ്രീ റാഡിക്കൽ അസൈലേഷൻ. പിന്നെ ഈഥേനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ നോക്കിയതിനകത്തുള്ള ഈഥേനെ ബെൻസീനാക്കാം, അതുപോലെ തന്നെ ഹെക്സീനെ ബെൻസീനാക്കാൻ ഇത് ചെയ്താൽ മതി. പിന്നെ ഒരു രീതി, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്. ഇതെന്ന് പറയുന്നത് ഓർക്കുക, സിംഗിൾ ബോണ്ട് sp3, ഡബിൾ ബോണ്ട് sp2, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp, അതുപോലെ തന്നെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ബോണ്ട്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ബോണ്ട്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ പൈ ബോണ്ട്. അങ്ങനെ നമുക്ക് പറയാം. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ എന്ത് ബോണ്ടാണെന്ന് ചോദിച്ചാൽ സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏത് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ sp3, ഏത് ബോണ്ടാണെന്ന് ചോദിച്ചാൽ സിഗ്മ ബോണ്ട്. ഇവിടുത്തെ കേസിലാണെങ്കിലോ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടാണ്, അപ്പം sp3 അല്ലെങ്കിൽ പൈ ബോണ്ട് അവിടെ വരുന്നു. ദെൻ സിഗ്മ ആൻഡ് പൈ ബോണ്ടഡ്, ഇതിൽ സിഗ്മയും പൈ ബോണ്ട് എഴുതാനായിട്ട് ഇവിടെ പൈ ബോണ്ട് ഉണ്ടോ? ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് സിഗ്മ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ആ ഡബിൾ ബോണ്ടിനുള്ളതെല്ലാം പൈ ബോണ്ട്. പിന്നെ ഒരു IUPAC നോമൻക്ലേച്ചർ വേറൊരു ടൈപ്പ് ഇങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5 ഇങ്ങനെയാണോ എഴുതണ്ടേ, അതോ ഇവിടുന്ന് നമ്പറിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കും? സബ്സ്റ്റിറ്റ്യൂവിന് ചെറിയ നമ്പറിൽ എഴുതുന്നത്. അപ്പോൾ 1, 2, 3 എങ്ങനെ നോക്കിയാലും സബ്സ്റ്റിറ്റ്യൂഷന് സെയിം നമ്പർ തന്നെയല്ലേ വരുന്നത്. 1, 4, 5. അപ്പം 1 സൈനോ 3 മീതയിൽ പെൻഡൈൻ എന്നായി. 5 ജോയിൻ്റ് ഉള്ളതുകൊണ്ട് പെൻഡി. ഇനി ഇവിടുത്തെ കേസിൽ 1, 2, 3, 4, 5, 6 ഹെക്സീൻ. ദെൻ 2, 5 2ലും 5ലും ഓരോ മീതിയൽ ഗ്രൂപ്പുണ്ട്. ഈ മുകളിലോട്ടുള്ള വരകളെല്ലാം നമ്മൾ മീതിയൽ ഗ്രൂപ്പ് എന്നാണ് പറയും. ഇനി ഇവിടുത്തെ കേസിൽ ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തിലാണ് ഇത് രണ്ടും ബോണ്ട് ചെയ്തേക്കുന്നത്, ക്ലോറിനും ബ്രോമിനും. 3 ക്ലോറോ ബ്രോമോ ഹെപ്റ്റീൻ.